വെൽക്കം ടു മൂവി ബ്രാൻഡ്. ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ്. 12ാം വയസ്സിൽ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നടി 1970-ലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചത്. തമിഴ് സിനിമകളിലാണ് ശാന്തി കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഡും ഡും ഡും, പൂവെല്ലാം ഉൻവാസം, സ്നേഹിതിയെ തുടങ്ങി നിരവധി സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും പളുങ്ക്, രാക്കിളിപ്പാട്ട്, യെസ് യുവർ ഓണർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതയാണ് നടി. കോയമ്പത്തൂരിൽ മലയാളി ഫാമിലിയാണ് ശാന്തി ജനിച്ചത്. മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രാഹകനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത്. ഇവർക്ക് 4 മക്കളുണ്ട്. സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് സ്ഫടികം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ വെച്ച് ഹെലോ മദ്രാസ് ഗേൾ, ജീവന്റെ ജീവൻ തുടങ്ങി 4ഓളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണെന്നും പറയുകയാണ് ശാന്തി. മോഹൻലാലിന് കുറെ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചില്ലെന്നും ശാന്തി വില്യംസ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല. തെറ്റ് വിചാരിക്കരുത്, വില്യംസ് മികച്ച ക്യാമറാമാൻ ആയിരുന്നു. ഇന്ന് ക്രെയിൻ ഉണ്ട്. ക്രെയിൻ ഇല്ലാത്ത കാലത്ത് വലിഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല. ആ വിഷയത്തിൽ വില്യംസിനെ ഞാൻ ഒരു കുറ്റവും പറയില്ല. പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു പ്രശ്നം. ഇവരുടെ 2ാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു, ഹെല്ലോ മദ്രാസ് ഗേൾ. ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. 2ാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു. പൂർണിമ, ഭാഗ്യരാജും ഉർവശിയുമെല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത്. മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക. എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടോ എന്നാണ്. അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അത് കഴിക്കും. ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് പറയുന്നു. എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ല. 4 സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും താൻ ഇവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ സ്വർണങ്ങളെല്ലാം കൊണ്ടു പണയം വെച്ചിട്ടുണ്ട്. മോഹൻലാലിന് 60,000 രൂപ കൊടുക്കണം. നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അന്ന് എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ തന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടി. അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് പറഞ്ഞു. അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എമ്പുരാൻ. ജോഷിയുടെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതി അണിയിച്ചൊരുക്കുന്ന രംബാനാണ് മോഹൻലാൽ നായകനായി എത്തുന്ന മറ്റൊരു ചിത്രം. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസും റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഓപ്പറേഷൻ ജാവ, സൗദി, വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തിയെ ഒരുക്കുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയിരുന്നു. മോഹൻലാലിന്റെ 360ാം ചിത്രം കൂടിയാണിത്.